ബഹുമാനപ്പെട്ട ഹമീദ് PM വാപ്പയെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അൽഹംദുലില്ലാ. മറ്റൊന്ന്, നമ്മള് വളർച്ചയിൽ ഒരുപാട് എന്റെ വളർച്ച എന്റെ വളർച്ചയല്ല, മൈൻഡ്യൂടെ വളർച്ചയാണ് ഈ പറയുന്ന മൊത്തം. മൈൻഡ്യൂടെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ മുഴുവനും. ഞാനെന്താകുമെന്ന ചിന്തയേക്കാൾ ഉപരി മൈൻഡ്യൂഡ് എന്താകുമെന്ന ചിന്തയാണ് നമ്മുടെ ചർച്ചകളിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ചർച്ചകളിൽ ഓരോ വെയിലിലും താങ്ങും തണലും തന്ന് നമ്മളെ വളർത്തിയ, റിമോട്ടിലാണെങ്കിൽ പോലും അബ്രോഡിലായിട്ട് പോലും എപ്പോഴും നമ്മളെ വിളിച്ച് എന്തായി, എങ്ങനെയാണ്, എന്താ കഥ എന്ന് ചോദിക്കുക മാത്രമല്ല എല്ലാ പിന്തുണയും തരുന്ന ബഹുമാനപ്പെട്ട എന്റെ ബ്രദർ, കസിൻ ബ്രദർ ഷംസീർ ഖാൻ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇനി നമ്മൾ പല കഥകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കഥകൾ പറയാറുണ്ട് അല്ലേ? എന്നെ പോലെ തന്നെയാണ് കാണാനെന്നൊക്കെ എനിക്ക് പറയില്ലേ, തള്ളലുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കഥകളിലും നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ വളർച്ചയിലും ഉയർച്ചയിലും എല്ലാം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന വലിയ തിരക്കുള്ള ഒരു ബിസിനസ്മാനാണ്. എന്നിട്ട് പോലും എപ്പോഴും വിളിച്ചു നോക്കുന്ന, ഒന്നും വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് എന്താണെന്ന് ചോദിച്ചെന്നെ ചീത്ത പറയുന്ന, വളർച്ചയിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട വിപിൻ സാറിനെ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇനി മറ്റൊരാളെ സ്വാഗതം ചെയ്യാനുള്ളത്, ഒരു പക്ഷേ നമ്മളൊക്കെ പഠനകാലത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആളുകളാണ്. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും നമ്മളെ കാണുന്ന എന്തായി പഠിച്ചൊക്കെ എടുത്തി എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇടക്കിടക്ക് തട്ടുകയും കുട്ടുകയും ചെയ്യുന്ന ഒരാളുണ്ട്. അത് മറ്റാരല്ല, സാജിമിസിന്റെ എന്റെ അങ്കിൾ കൂടിയാണ്. ബഹുമാനപ്പെട്ട കരീം സാറിനെ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇനി നമ്മുടെ വളർച്ചയിൽ നമ്മള് ലേഡീസാണ് നമ്മളെ ക്ലബിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നല്ലേ. എന്നാൽ അങ്ങനല്ല, നമ്മളെ ക്ലബിൽ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചില ആളുകളുണ്ട്, ചില ഹസ്ബൻഡുമാർ. അതിൽ പ്രധാനപ്പെട്ട കുറെ ആളുകൾ വരാനുണ്ടായിരുന്നു. രണ്ടുപേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ആ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യണം. ആദ്യമായിട്ട് ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കാൻ നേരമില്ലാണ്ട് ഓടി നടക്കുന്ന ഒരാളുണ്ട്. ഊബർ കൂടെ ഇരിക്കാൻ നേരമില്ലാണ്ട് ഓടി നടക്കുന്ന, പലപ്പോഴും ഊബർ ഓടുന്നതുകൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് സത്യം. അത് വലിയൊരു സത്യമാണ്. നമ്മളെവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരൊക്കെയോ ഓടുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലേ നമുക്ക് ഇരിക്കാൻ കഴിയും, നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെ അഹോരാത്രം നമുക്ക് വേണ്ടി ഓടുന്ന ഒരു ആപ്പകളില്ലാതെ. പക്ഷെ ഈ ഹാളിൽ ഇന്ന് ഏറ്റവും ആദ്യം എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ മൂപ്പരാണ്. കുറെ ദിവസങ്ങളായിട്ട് ഈ പരിപാടി, ഒരുപക്ഷെ നമ്മളെക്കാളും നെഞ്ചിലേറ്റ് ഈ പരിപാടി നടക്കുന്നതും സ്വപ്നം കണ്ട് എല്ലാവരുടെയും ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു ഭാഗ്യവുമാണ് ബഹുമാന്യരായ ജസീറ മിസിന്റെ ഹസ്ബൻഡ് ആബിദ് അലി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ എല്ലാ പരിപാടികളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റ വിളി മതി, അപ്പൊ എല്ലാം ഇട്ടേച്ച് ഓടി വരുന്നതാണ് വയനാട്ടിലുള്ള തസ്നീമിസിനെ പോലെ. അതിലേറെ നമുക്ക് പ്രിയപ്പെട്ട തസ്നീമിസിന്റെ ഹസ്ബൻഡ് അഷ്കർ അലി സാറിനെ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മിസ്സുമാരുടെ ഹസ്ബൻഡുമാരും ആപ്പമാരുമായിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വലിയ മനോഹരമാക്കാൻ ഇവിടെ ഓടി നടക്കുന്ന, എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ അറിയില്ല, വളണ്ടിയേഴ്സ് ആയിട്ടും വിവിധ പ്രവർത്തകരുമായിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ പരിപാടി കാണാനെത്തിയ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉമ്മമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന ഗൗണും ക്യാപ്പും അണിഞ്ഞിലെ, ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്കതെല്ലാം വാങ്ങിപ്പോയിരുന്നു. ഏതായാലും അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരികളായ എക്സോഡസ് സ്റ്റുഡൻസ്, ഗ്രേറ്റ് സ്റ്റുഡൻസ് ഓഫ് എക്സോഡസ് ടീമിനെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, എല്ലാവരും ഒത്തൊരുമിച്ചപ്പം വലിയ ഒരു സംഭവമായി മാറാൻ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ബക്കറ്റിൽ കല്ല് വീഴുമ്പോൾ ഭയങ്കര ഓളങ്ങളുണ്ടാവും. ഒരു കുളത്തിൽ വീഴുമ്പോൾ അത്ര ഓളം ഉണ്ടാവൂല. ഒരു പുഴയിൽ വീഴുമ്പോ ചെറിയൊരു ഓളമൊക്കെ ഉണ്ട്, നമ്മൾ കാണൂല. എന്നാൽ അതൊരു കടലിൽ വീഴുമ്പോ ഓളമേ ഉണ്ടാവില്ല. അത് കാണുന്നില്ല ഇട വീണ്, നമുക്ക് കാണാൻ കഴിയുമോ? അപ്പൊ നമ്മള് ബക്കറ്റ് വെള്ളാവണ്ട, കുളവും ആവണ്ട,
പുഴയാവണം. എന്തായാൽ മതി, ഒരു മനോഹരമായി ആഞ്ഞടിക്കുന്ന തിരമാലകളുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് വെള്ളവും ആഹാര അപ്പം ഒരുപാട് ആളുകൾക്ക് ആഹാര സ്രോതസ്സുമായി മാറുന്ന വലിയൊരു കടലായിട്ട് നമുക്ക് മാറണം. വേണ്ടേ? എന്താ വേണ്ടേ? കുളമായാ മതിയോ? പോരാ. പുഴയായാ മതിയോ? പിന്നെ കടലായി മാറണ്ടേ? ഇൻഷാല്ലാ കടലായി മാറിയിട്ട് എന്താ ചെയ്യണ്ടേ? നമുക്ക് കരയിലുള്ളവരുടെ കണ്ണീരപ്പോഴും വേണ്ടേ? റെഡിയല്ലേ? ആർ യു റെഡി ഫോർ ദാറ്റ്? എസ്സിനൊരു കുമ്പില്ലാണ്, ഓഫ്ലൈനിൽ എസ് വന്നില്ല. ഒന്നുകൂടി, ആർ യു റെഡി ഫോർ ദാറ്റ്? പോരാ, ഒന്നുകൂടി കുമ്പിലാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? പോരാ പോരാ പോരാ, ഇത് സൂമിലെ എസ് ആയിക്കുള്ളൂ. ആ ഒരു ഓഫ്ലൈനിലെ എസ് വരട്ടെ. ആർ യു റെഡി ഫോർ ദാറ്റ്? മാഷാഅല്ലാഹ്, യെസ്. ഒരുപാട് ആളുകളുടെ കണ്ണീര് നമുക്ക് ഒപ്പുണ്ട്. വേണ്ടേ? ഒരുപാട് ആളുകളുടെ നമ്മുടെ ചുറ്റും നമ്മൾ പല പ്രോജക്റ്റുകളും ചെയ്തപ്പോ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലേ? ഒരുപാട് ആളുകൾ താങ്ങും തണലും ആഗ്രഹിക്കുന്നവരുണ്ട്, സപ്പോർട്ട് ആഗ്രഹിക്കുന്ന, സഹായം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. ഒരു പക്ഷേ നമ്മുടെ ഒരു തലവടൽ കൊണ്ട്, നമ്മളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്ര ഉണ്ട് ഇല്ലേ? ഇല്ലേ? എത്ര പേരെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ടല്ലേ? ഇത് ചെറിയ കാര്യമാണോ? ഇല്ല. നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടുന്ന് നമ്മുടെ ജീവിതം മാറ്റിയിട്ടില്ലേ തുടങ്ങിയേ? നമ്മൾ പഠിച്ചത് നമ്മളിൽ അപ്ലൈ